ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് ഒരു CP അടിച്ചും കൂടി നമ്മളെ സോഡിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഇവനും കൂടി തീർക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ലെവലൊക്കെ അയക്കണേ. നമുക്ക് ഇതിലേക്ക് CP അടിച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അടിപൊളി സോഡായി നമ്മളത്. ഇന്ന് നമ്മൾ റെയ്ഡ് വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പോർഷനൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇതാണ് നമുക്ക് മുന്നേ കിട്ടിയിരുന്നത്. നമുക്കിത് അത്യാവശ്യമാണ് ചെയ്യാൻ. നമുക്ക് തോട്ടത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മരിച്ചുകൊണ്ട് നിൽക്കും. നമ്മളിത് ചെയ്യാൻ പോണത് നമ്മളെ തൊട്ടപ്പുറത്തൊരു വില്ലേജ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മളങ്ങനെ ആ വില്ലേജിലെത്തി. ഇവിടെ വെച്ചിട്ട് ആ പോഷൻ കുടിച്ചാൽ മതി. അപ്പോൾ റൈഡ് ഇവിടെ സ്റ്റാർട്ടാവും. നമുക്ക് അതിൻ്റെ മുന്നേ നമുക്ക് റീസ്പോണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഈ തീയൊക്കെ ഒന്ന് ഇവിടെ പടരുന്നുണ്ട്, ഇതൊന്ന് കെടുത്തട്ടെ. നമ്മളെ കയ്യിൽ എന്തായാലും ഫുഡ് കുറവാണ്. നമുക്ക് കുറച്ച് ഹേബേൽ എടുക്കാം, എന്നിട്ട് ഇത് നമുക്ക് ബ്രെഡാക്കി കഴിക്കാം. ഇത് കുറച്ച് അധികം ഉണ്ടാവും. ഇവിടെ നല്ല രീതിക്ക് ഹേബേൽ ഉണ്ട്. നമ്മളെ കയ്യിൽ വാട്ടർ ബക്കറ്റ് ഇല്ല. നമുക്കപ്പോൾ ഇവനെ ഇവിടെ നിന്ന് തട്ടാം. നമുക്കെന്തായാലും 3 അണ്ട, അയ്യോ 3 അണ്ട ആവശ്യമുള്ളൂ. അതെന്തായാലും ഇവൻ്റെയൊക്കെ ഒന്ന് കിട്ടിക്കോളും. അതങ്ങനെ ഫിനിഷ് ചെയ്ത് നമുക്കെന്തായാലും അയൺ കിട്ടിയിരിക്കണേ. ഇവിടെ കുറച്ചുകൂടി ഹേബിളുണ്ട്, ഇതും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് ഈ വീട് വന്നൊരു തടി പീസ് എടുത്തതിന് ശേഷം നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം. നമ്മളൊക്കെ വുഡ് ഉണ്ടായിരുന്നു. ഇനി നമുക്കൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം. വാട്ടർ ബക്കറ്റും ബ്രെഡും സെറ്റാക്കി എടുത്തിക്കണേ. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും ഇപ്പോൾ കിട്ടി. ഇനി നമുക്കിവിടെ റീസ്പോൺ സെറ്റ് ചെയ്യണം. പിന്നെ ഒരു 2 ചെസ്റ്റും വെക്കാം. നമ്മൾ ഐറ്റംസൊക്കെ കയ്യിലേക്ക് കുറച്ച് കിട്ടും, അത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വെക്കാം. ഇനി നമുക്ക് ബെഡ് ഈ ഭാഗത്ത് വെച്ച് റീസ്പോൺ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ പെട്ടിയിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ഇനി പോഷൻ കുടിക്കുന്നതിന് മുന്നേ നമുക്കൊരു വില്ലേജറിനെ ലോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇവന്മാരെല്ലാത്തിനും കൊല്ലും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊരു വില്ലേജസ് ഉണ്ട്, ഇവനെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം എല്ലാം സെറ്റാണ്. നമുക്ക് പോഷൻ കുടിക്കാം. നമ്മളെ എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി 25 സെക്കൻഡിനുള്ളിൽ റെയ്ഡ് സ്റ്റാർട്ടാവും. ഫുഡ് നമ്മൾ എടുത്തിട്ടില്ല, ഫുഡ് ഈ പെട്ടിയിൽ വെച്ച് നമ്മളെ ഫുഡും കൂടി കൈക്ക് വെച്ചേക്കണേ. അങ്ങനെ റെയ്ഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഇവിടെ കിടന്ന് ഓടുണ്ട്. എല്ലാവരും വേഗം പോയി കയറടാ, വീട്ടിൽ പോയി കയറ്. ഇപ്പോൾ വരും എല്ലാവരും. ഇവന്മാരൊക്കെ ഇനി വീട്ടിൽ പോയി കയറിക്കോളും. എന്തായാലും ഇവന്മാരൊക്കെ മരിക്കേണ്ടതാണ്. നമുക്ക് ആ ഭാഗത്ത് എവിടെയെങ്കിലും മരത്തിൻ്റെ എവിടെയെങ്കിലും പോയി നിൽക്കാം. മേലെ നോക്കുമ്പോൾ നല്ലപോലെ കാണാൻ പറ്റും. ഇതെവിടെ സ്റ്റാർട്ടായി. ഇവന്മാരെ തീർക്കാം. ഇവന്മാരതിൽ അധികം പവറുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ക്രോസ് പെൻ ഉണ്ടാവുള്ളൂ. ഇവന്മാർ 3-4 ആൾക്കാരെ ഫസ്റ്റ് ടൈം ഉണ്ടാവുള്ളൂ. ഇവന്മാരെ തീർക്കട്ടെ. അധികം ഡാമേജ് ഒന്നും ഇല്ല ഇപ്പോൾ. ചിലമാർ ആക്സ് പിടിച്ചൊക്കെ ഉണ്ടാവും, അത് എൻജാൻറ്റ് ചെയ്തത് അതൊക്കെ നല്ല പവറാവും. നമ്മൾക്ക് ഒരു ഷോട്ടിന് തന്നെ ഹാഫ് ഹെൽത്ത് കൊണ്ട് കുറയും. അങ്ങനെ ഇതിവിടെ കഴിഞ്ഞ് രണ്ടാമത്തെ ഇപ്പോൾ സ്റ്റാർട്ടാവും. അതെവിടെ സ്റ്റാർട്ട് ആവാൻ നോക്കട്ടെ. ആദ്യം ഒന്ന് പറന്ന് നമുക്ക് ഇതിൻ്റെ മേലെ പോയി കണ്ടിരിക്കാം. അടുത്ത് സ്റ്റാർട്ടായി. അതും ഈ ഭാഗത്ത് തന്നെയാണ് വന്നത്. ഇവന്മാരിതിലും അങ്ങനെ വലിയ പവറുള്ള ആൾക്കാരൊന്നുമില്ല. ഇതിൽ ഇനി അധികം ആൾക്കാരൊന്നുമില്ല. അടിയിൽ 2-3 ആൾക്കാരും കൂടി ഉണ്ട്. ഇവന്മാരൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഒരുത്തന്നെ ഓടണ്. എടാ ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ അല്ല എങ്ങനെ. ഇവന്മാർ ആ വില്ലേജസിനൊക്കെ ഇപ്പോൾ തീർത്തിട്ടുണ്ടാവും. നമ്മൾ പൂട്ടിയിട്ട് മാത്രം അവിടെ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ അവനിത് വേണ്ട പോണ്. അവൻ്റെ കയ്യിൽ ആക്സാണ് തോന്നുന്നുണ്ട്. അതാ കൊല്ലണ്. അവനതിനെ തീർത്ത്. അവന്മാരെ എമറാൾഡ് തരും, നമുക്ക് എന്തായാലും ആവശ്യപ്പെടും. ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. അവനെവിടെ നോക്കട്ടെ. അങ്ങനെ ലാസ്റ്റത്തെ ആളെ കണ്ടുപിടിച്ചാണ്. ഇവനാണ് ലാസ്റ്റത്തെ ആൾ. അവനങ്ങനെ തീർന്ന്. ഇനി നൈറ്റ് ആയിക്കണേ, നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. അങ്ങനെ 3ാമത്തെ സ്റ്റാർട്ട് ചെയ്യാനായി. അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവന്മാരിവിടെ സ്പോണായി നോക്കട്ടെ. ഈ ഭാഗത്ത് തന്നെയാണ് ഇവന്മാർ സ്പോണായത്. ഇവിടെ നിന്നിട്ട് ഇവന്മാരെ തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ വലിയ സാധനത്തിന് എന്തായാലും കൊണ്ടുവെക്കണേ, റാവഞ്ചർ. അവൻ നല്ല ഹാർട്ട് കളയും നമ്മളത്. നമ്മളിവിടെ നിന്ന് അങ്ങനെ അമ്പ് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ ആണെങ്കിൽ ഒറ്റൊന്നും കൊള്ളണില്ല. എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം. അവൻ്റെ കൂടെ വിച്ച് ഉണ്ടായതുകൊണ്ട് ഇവൽക്കൊക്കെ ഹെൽത്ത് പിന്നെയും കൂടും. നമുക്ക് എന്തായാലും ചെസ്റ്റ് പ്ലേറ്റ് ഇടാം, അല്ലെങ്കിൽ നല്ല ഡാമേജ് എടുക്കും. ആദ്യം ഇവന്മാരൊക്കെ തീർക്കാം. ഇവന്മാരെ തീർക്കാനാണ് ഒന്നുകൂടി സുഖം. അയ്യോ, വിച്ചിനെ തീർക്കട്ടെ, അല്ലെങ്കിൽ ഇവന്മാർക്കൊക്കെ ഹെൽത്ത് പോഷൻ എറിഞ്ഞാണ്ട് ഇവലെ ഹെൽത്തൊക്കെ പെട്ടെന്ന് കൂടും. ഇവനക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ നിന്നാണ്ട് തീർക്കാം. വിച്ചും ഇങ്ങോട്ട് ഒന്നല്ല, വിച്ചിനെ ആദ്യം തീർക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അവനങ്ങനെ അവൻ തീർത്ത്
ഇതിനാണെങ്കിൽ ഈ മരമൊക്കെ പൊട്ടിച്ചാണ്ട് ഉള്ളിൽ കൂടി വരാനും പറ്റും. അതുകൊണ്ട് നമുക്ക് മരത്തിൻ്റെ അടിയിലൊന്നും ഒളിച്ചു വെക്കാനും പറ്റൂല. ഇതൊക്കെ ഇപ്പം പൊട്ടിച്ചുകൊണ്ട് വരും, അതാണ് പ്രശ്നം. അതാ അവനാണ് തീർന്ന്. അങ്ങനെ ഒരാളും കൂടി തീർന്നിക്കണ്. ഇനി 2 ആൾക്കാരും കൂടി ഉണ്ട്. അവന്മാരൊന്ന് നോക്കട്ടെ. ഇതിനകത്ത് വില്ലേജസ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. അവന്മാർ അതിൻ്റെ അകത്ത് കയറണ്ട. നമ്മൾ ഈ വില്ലേജസിനെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ബെല്ലൊന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ അവന്മാരെ കാണിച്ചു തരും നമുക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇവനും കൂടിയും തീർക്കട്ടെ. ഇത് ചാവത് ഇനി ഇവനും കൂടി ഉള്ളൂ. ലാസ്റ്റത്തെ എനിമിയാണ്. അങ്ങനെയല്ല, ഈ റൈഡിലെ ലാസ്റ്റത്തെ എനിമി. ഇനി അടുത്ത് ഇപ്പോൾ സ്റ്റാർട്ടാവും. ഇവൻ ഇപ്പോൾ താനെ മരിക്കുമല്ലോ, നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളെ ആർമറിൽ തോൺസ് ഉണ്ടായതുകൊണ്ട് അവൻ്റെ ഡാമേജ് നല്ല രീതിക്ക് അവനക്ക് ഡാമേജ് കിട്ടുന്നുണ്ട്. ഒന്നുകൂടി അടിക്ക്, ഒന്നും കൂടി മതി. ലാസ്റ്റ് വൺ. ആ ഒന്നുകൂടി അടിക്കട. ആ ചത്ത്. ഇനി അടുത്ത് ഇപ്പോൾ സ്റ്റാർട്ടാവും. ഇതിലാവും നമുക്ക് ടോട്ടം കിട്ടാൻ പോവുക. അപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ടാവട്ടെ. അവന്മാർ ഈ ഭാഗത്ത് സ്പോൺ ആയിക്കണേ. ഇതിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. പിന്നെ ഈ ആക്സ് പിടിച്ച അവന്മാരൊന്ന് സൂക്ഷിക്കണം, നല്ല ഡാമേജ് എടുക്കും നമുക്ക്. ഇവിടെ നിന്നിട്ട് തന്നെ അവന്മാരെ ഒന്ന് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാവരും ഈ ഭാഗത്തേക്ക് തന്നെ വരുന്നുണ്ട്. അവിടെ നമുക്ക് സുഖമായി. ഈ വിച്ചിനെ ആദ്യം തീർക്കണം, അല്ല ഇവന്മാരെ പോഷന് ഇവർക്ക് കൊടുക്കും. അപ്പോൾ ഹെൽത്ത് പെട്ടെന്ന് കൂടും. ഇതിലെന്തായാലും നമുക്ക് ടോട്ടം കിട്ടണ പില്ലേജർ ഇല്ല. അപ്പോൾ ഇവന്മാരൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ പെട്ടെന്ന്. അങ്ങനെ അടുത്തത് സ്റ്റാർട്ടായി. ഇതിലെന്തായാലും ഈ വോക്കർ ഉണ്ടാവും. അവനെ കൊന്നാലാണ് നമുക്ക് ടോട്ടം കിട്ടുക. ഇത് ആ ഭാഗത്താണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ സ്നൈപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. നന്നോട് സുഖമായിരുന്നു. പക്ഷെ ഞാൻ വെക്കണ ആരൊന്നും കൊള്ളണില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഇവന്മാരൊക്കെ നമ്മളെ ഏരിയക്ക് എത്തിക്കണ്. ഇവന്മാരൊക്കെ ഒന്ന് ഇവിടെ നിന്നിട്ട് സ്നൈപ്പ് ചെയ്തിടാം. ഇനി പകുതി ആൾക്കാരും കൂടി ഉണ്ട് തോന്നുന്നു. ഇവന്മാരും കൂടെ ഒന്ന് തീർക്കട്ടെ പെട്ടെന്ന്. നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങി. ഇവിടെ മൊത്തം ഈ വെക്സാണ്. ഇവന്മാർക്കാണെങ്കിൽ ഹിറ്റ് ബോക്സ് ചെറുതായതുകൊണ്ട് ആടി കൊള്ളണമില്ല. നമുക്കൊക്കെ കൊള്ളും ചെയ്യും. ഇതാ പിന്നെ വന്നടിക്കും. ഇവനെയും കൂടി തീർക്കട്ടെ. അയ്യോ, ഇവന്മാർ 3 ആൾക്കാരൊക്കെ വെച്ചിട്ട് വരുന്നത്. എടാ ഞാൻ ഒരാളുള്ളടാ. അയ്യോ നല്ല ഡാമേജ് കിട്ടി. പെട്ടെന്ന് ഫുഡ് ആയിക്കട്ടെ. അവിടെ എടുത്ത് വാതിൽ പൊളിക്കണ്. ആ വാതിൽ പൊട്ടിച്ച്. അപ്പോൾ ഇതിനുള്ളത് വില്ലേജസിൻ്റെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. അതെന്തായാലും ഉറപ്പായി. യോ ഭൂതം, ഇവനാണ് ഈ വോക്കർ. ഇവനൊന്ന് തീർക്കാൻ പറ്റില്ലാണ് നമുക്ക് ടോട്ടം കിട്ടുക. അതിന് മുന്നേ ഇവനൊന്ന് തീർക്കട്ടെ. പിന്നെ ഈ വാക്സിനാണ് പേടിക്കാനുള്ളത്. ടോട്ടം നമ്മളെ ഇൻവെൻ്ററിൽ കയറി തോന്നുന്നു. അടുത്ത് കൈക്ക് കുടിക്കാം. ഇനി നമ്മൾ മരിക്കുമോ എന്നുള്ള പേടി വേണ്ട, അതെന്തായാലും ഉണ്ടാവില്ല. അല്ല അങ്ങനല്ല, എന്തായാലും നമ്മൾ ടോട്ടം ഉണ്ടല്ലോ. അഥവാ നമ്മൾ മരിച്ചാലും നമുക്ക് ഒരു ചാൻസ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പേടിക്കല്ല. പിന്നെ ഈ റൈഡിലൂടെ നമുക്കൊരു ടോട്ടം കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവന്മാരൊന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കട്ടെ. നല്ല ഡാമേജ് കിട്ടുന്നുണ്ട് ഇവന്മാരെ കൊണ്ട്. മറ്റേ ആക്സിറ്റ് അടിക്കണോണ്ടാണ് നല്ല ഡാമേജ്. ഇവന്മാരൊന്നും പിന്നെ പേടിക്കല്ല. ഇവന്മാരൊക്കെ തന്നെ അയ്യോ പറഞ്ഞ് നാക്കെടുത്തില്ല. ഞാൻ ഈ മരത്തിൻ്റെ മേലെ കയറിയിരിക്കണേ. ഇനി ഇവന്മാരൊക്കെ ഒന്ന് ഇവിടെ നിന്നിട്ട് ഫിനിഷ് ചെയ്യട്ടെ. നമ്മളതിൽ ബോണ്ട്. ഈ വീടിനകത്തും കൂടി ഒരു ഇവോക്കർ ഉണ്ട്. ഇവനും കൂടി തീർത്താൽ നമുക്ക് 2 ടോട്ടം കിട്ടി. മരിച്ചു വീടാം. ആ അങ്ങനെ 2 എണ്ണം കിട്ടി. ഇനി ഒരാളും കൂടിയും ബാക്കിയുണ്ട്. അവനവിടെ നോക്കട്ടെ. അങ്ങനെ നമ്മൾ അടുത്ത റെയ്ഡ് സ്റ്റാർട്ട് ആവാനായി. ഏത് ഭാഗത്ത് അവന്മാർ സ്പോണാണെന്ന് നോക്കട്ടെ. ഈ ഭാഗത്ത് തന്നെ സ്പോൺ ആയത്. ഇതിൽ കുറേ ആൾക്കാരുണ്ട്. അവന്മാർ ഇതിൻ്റെ പുറത്തൊക്കെ കയറിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ചുറ്റോറ ആൾക്കാരാണ്. ഇവിടുന്ന് രക്ഷപ്പെടാം, അതാണ് നല്ലത്. ഇനി മെല്ലെ മെല്ലെ ഏതെങ്കിലും വീടിന് മേലോ അല്ലെങ്കിൽ നമുക്ക് ഈ മരത്തിൻ്റെ മേലൊക്കെ നിന്നാണ്ട് സ്നൈപ്പ് ചെയ്തിടാം, ആണ് നല്ലത്. ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് സ്നൈപ്പ് ചെയ്യാനാണ് സുഖം. നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. എലൈറ്റർ മാറ്റി കൊടുക്കാം. നമ്മളെ പിന്നാലായിട്ട് ഒരു റാവഞ്ചർ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവൻ നേരെ ആ കുഴിക്ക് വീണ്. നമുക്ക് വാട്ടർ ബക്കറ്റ് തിരിച്ചെടുക്കാം. ഇവനെ ഇവിടെ നിന്ന് തീർക്കട്ടെ. നമുക്ക് ഇത്രയും കാലം ഷീൽഡ് കൊണ്ടുവന്നിട്ട് ഇപ്പം എന്തോ പോലെ തോന്നുന്നുണ്ട്. ഈ അടിയൊന്നും തടക്കാൻ പറ്റായിട്ട്. ഇനി നമുക്ക് ഇവനെ ഈ കുഴിയിലിട്ട് തീർക്കാം. എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇവനക്ക്. ഇനി ബാക്കി എനിമീസ് ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇവന്മാരെ തീർക്കട്ടെ. ഒരു ഇവോക്കർ നമുക്ക് ഹെൽത്ത് കിട്ടി. ആ വിച്ച് ഇവോക്കറിനെ എനിക്ക് എറിഞ്ഞാൽ തോന്നുന്നത്. നമുക്കും കൂടി കിട്ടി. ഇവന്മാർ ഭയങ്കര ശല്യമാണ്. നമുക്ക് ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറാൻ പറ്റും. അയ്യോ അയ്യോ ഇടാ അവിടെ വിടണം. പിന്നെ നമുക്ക് പേടിക്കേണ്ട ഇവന്മാരെയാണ്. ഇവന്മാർ നല്ല ഡാമേജ് തരുന്നുണ്ട്.
ഇവിടെ നിന്ന് ഉറങ്ങാനും പറ്റണില്ല, നൈറ്റും ആണ്. പിന്നെയും വന്ന് ഇവിടുന്ന് രക്ഷപ്പെടാതെ നല്ലത്. അയ്യോ ഫുഡ് പോലും കഴിക്കാൻ പറ്റണില്ല. പോടാ, നമുക്ക് നോക്ക് ബാക്ക് ഉണ്ടായതുകൊണ്ട് ഒന്നുകൂടി ബാക്കൊക്കെ പോയി കിട്ടും. ആ നേരം കൊണ്ട് ഫുഡ് കഴിക്കാം. എന്നാലും നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. തലക്ക് മേലെ സൈഡിലൊക്കെ അവന്മാരുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റി. നമ്മളടിയിൽ ഒരു റാവഞ്ചർ ഉണ്ട്, ഇവനെ ഇവിടെ നിന്ന് തീർക്കാൻ പറ്റും. എടാ അയ്യോ 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 അയ്യോ, ആ ഹെൽത്ത് അപ്പോൾ തന്നെ നമ്മൾ മരിച്ചു. അല്ല, നമ്മൾ അതിൽ ടോട്ടുണ്ടല്ലോ അല്ലേ, അത് മറന്നുകൊണ്ട്. ആഫ് എന്തിനാ ഞാൻ ഇലക്ട്രി ഊരി വെള്ളത്തിൽ കണി വീണതും ഇല്ല. ഇവന്മാരെ കൂടെ ഇവന്മാരപ്പോൾ കാണണ്ടാ നല്ലത്. ഫുഡ് കഴിക്കുക പെട്ടെന്ന്, ഹെൽത്ത് കൂട്ടട്ടെ. നമ്മളങ്ങനെ ഹെൽത്തൊക്കെ സെറ്റായി. ആ വീടിൻ്റെ അകത്ത് എന്താ പാർട്ടിയാണ് ഉള്ള ആൾക്കാർ മൊത്തം അതിൻ്റെ അകത്തുണ്ട്. ഇവൻ മാത്രം എന്താ പാർട്ടി കൂടിയില്ലേ, പോയി മരിക്കടാ. നമുക്ക് മെല്ലാണ്ട് പോയി നോക്കാം. അവന്മാർക്ക് എന്താ പുറത്തിറങ്ങാൻ പറ്റാത്തതാണോ അറിയില്ല, അതിനകത്ത് നിന്ന് കറങ്ങുന്നുണ്ട് എല്ലാവരും. അടിയൊക്കെ കൊള്ളുണ്ടായിക്ക ആക്കണത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലകത്ത് വിച്ചുണ്ട്, അതുകൊണ്ടാണ്. അയ്യോ ഇതെന്താണ്, എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അയ്യോ നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട. ഒരു ലാവാക്കിൻ്റെ ഇടയിൽ നേരെ കൊടുത്തുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ എല്ലാവരും ചത്തിയിരുന്നു. ഇതെന്താണ്, നമുക്ക് ഹെൽത്ത് കിട്ടി കുറച്ച്. അതിനകത്ത് വിച്ചുണ്ട്, ആ വിച്ചിനെ തീർക്കണം, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഹെൽത്ത് കൂടിക്കൊണ്ട് നിൽക്കും. എന്തപ്പോൾ ചെയ്യുക? ഇവിടെ നിന്നിട്ട് മെല്ലെ മെല്ലെ ഈ ഇവോക്കർ ഇത് എന്തായാലും നമ്മളെ സമ്മതിക്കൂല ഇവന്മാർ. ഇതെന്താണ്, ഏരിയക്ക് തന്നെ എടുക്കാൻ പറ്റണില്ല. ഇനി അതിൻ്റെ അകത്ത് രണ്ടാൾക്കാരുണ്ട്, അപ്പോൾ ഒന്നും നോക്കണ്ട, കയറി ചെല്ലുക. ഇവന്മാരോട് പെട്ടെന്ന് തീർക്കാം. ഒരുത്തൻ തീർന്ന്, രണ്ടാമത്തേനും തീർന്ന്, ടോട്ടം കിട്ടി നമുക്ക്. എന്തായാലും ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങാം. അങ്ങനെ അടുത്ത് സ്റ്റാർട്ടാവാനായി. ഇവന്മാർ ഇവിടെ വിസിൽ ഊതുണ്ട്. ഇതേണ്ട 2 റാവഞ്ചർ. അയ്യോ ഇവന്മാരെ കൂടെ തീർക്കട്ടെ. അയ്യോ 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 അയ്യോ, ഇവന്മാർക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, നല്ല ഡാമേജ് എടുക്കും. നമ്മളിപ്പോൾ ഇലക്ട്രിട്ടാണ് നിൽക്കണേ, മരിച്ചിട്ടുണ്ടാവും. ഒരുത്തൻ തീർന്ന്, ഒരു ടോട്ടപ്പ് അവിടെ വന്നിട്ടുണ്ടാവും, അത് നമുക്ക് എടുക്കണം. ഇവിടെ ഉണ്ട്, അങ്ങനെ കിട്ടി. ഇനി ബാക്കിയുള്ള കിട്ടിയില്ലേ, ഇൻവെൻട്രി ഫുള്ളാണ്. അതൊന്ന് എടുക്കട്ടെ ഞാൻ. നമ്മളെ ഇൻവെൻട്രിയിൽ ഫുൾ ഐറ്റംസാണ്. നമുക്ക് ഈ ബണ്ടലിൽ കുറച്ച് ഐറ്റംസ് ആക്കി വെക്കാം. നമുക്ക് ഏകദേശം ഇപ്പോൾ 1 2 3 4 5 6 ടോട്ടം കിട്ടി. പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ ഇവന്മാർ സ്പോൺ ആയതല്ല വന്ന് കയറിയിരിക്കണേ ഇവന്മാർ. അയ്യോ, അപ്പോൾ ഞാൻ ഇവന്മാരൊക്കെ ഒന്ന് തല്ലിക്കൊല്ലട്ടെ. ഇനി ഇവനും കൂടി ഉണ്ട്, ഇവനും കൂടി ഒന്ന് പെട്ടെന്ന് തീർക്കട്ടെ. നമുക്ക് അടുത്ത ടോട്ടം കിട്ടി. അങ്ങനെ ഹീറോ ഓഫ് ദ വില്ലേജ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഇവന്മാർ നമ്മൾ തീർക്കും. ഫുഡ് കഴിക്കട്ടെ. ഇനി ഇവിടെ നിന്ന് ചാടി പോവാം. അവിടെ നിന്ന് ആരൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ റൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവന്മാരൊക്കെ നമുക്ക് തുറന്നു വിടാം, വെറുതെ പൂട്ടിയിടണ്ട. ഇതിനകത്ത് ഒരുത്തനുണ്ട്. ഇവന്മാരൊക്കെ നമുക്ക് സാധനങ്ങൾ വില കുറച്ചിട്ടാണ് നമുക്ക് തരിക. ഇതുപോലെ കുറച്ച് വില കുറക്കും, എന്നിട്ടാണ് നമുക്ക് ഐറ്റംസ് തരിക. ഇവനും അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ വില കുറച്ചിട്ട് തരിക. കുറച്ച് ടൈം ഉണ്ടാവും എന്തായാലും. നമുക്ക് വീട്ടിലേക്കും പോയി നോക്കാം, അവിടുത്തെ സാധനങ്ങൾക്കും വില കുറച്ചിട്ടുണ്ടാവും. നമുക്കങ്ങനെ 8 ടോട്ടം കിട്ടി. നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി ഈ പെട്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് അയണിൻ്റെ ട്രേഡ് ചെയ്യാം. ഇവന്മാരെത്ര വില നോക്കട്ടെ. 3 രൂപയാക്കി തന്നിക്കണേ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് 4 ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനത്ര വില ഒന്നും കുറക്കില്ല ഇവന്മാർ. അത് മൊത്തത്തിൽ കളക്ട് ചെയ്യാം നമുക്ക് ഇവന്മാരൊക്കെ നല്ല വില കുറച്ചിക്കണേ. 10 ഉള്ളത് 6 എമറാൾഡ് ആക്കിയിരിക്കണേ. അതുപോലെ തന്നെ 45 ഉള്ള 24 ആക്കിയിരിക്കണേ. 20 ഉള്ള 15. ഇതുപോലെ ഇവന്മാർ വില കുറച്ച് തരും നമുക്ക് ഐറ്റംസ്. ഇനി നമുക്ക് ടോട്ടൊക്കെ നമുക്ക് പെട്ടിയിൽ കൊടുത്ത് വെക്കാം. നമ്മളെ കയ്യിലാകപ്പാടെ 2 വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.